നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. എസ്രയുടെ ആദ്യ ട്രെയിലർ പുറത്തുവന്ന് ആഴ്ചകൾക്കുള്ളിലായിരുന്നു ആ പ്രചാരണം. ചിത്രത്തിലെ അമാനുഷിക ശക്തിയായ എബ്രഹാം എസ്രയായി എത്തുന്നത് സൂപ്പർ താരം മോഹൻലാലാണ്. ആരാണ് ആദ്യമായി ഇത് കണ്ടെത്തിയതെന്നും എഴുതിയതെന്നും എനിക്കറിയില്ല. എങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വിഷയം കത്തിക്കയറി. സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും ഉത്തരം തേടിയുള്ള വിളികൾ വന്നുകൊണ്ടിരുന്നു. സ്വപ്നം പോലെ എനിക്ക് ചുറ്റും എന്തെല്ലാമൊക്കെയോ നടക്കുന്നതായി തോന്നി. എന്റെ സിനിമയിൽ ലാലേട്ടൻ കൂടി എസ്രയിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചു പോയി. എസ്രയിൽ മോഹൻലാൽ ഉണ്ടെന്ന വാർത്തയോട് ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു സംവിധായകൻ ജെയ്കെ. ടീസറിൽ പ്രത്യക്ഷപ്പെട്ട തോൾ ചെരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചാണ് എസ്രയിൽ മോഹൻലാൽ ഉണ്ടെന്ന വാദം ചിലർ ഉറപ്പിച്ചത്. ടീസറിലെ തിരിഞ്ഞു നിന്ന ആ വ്യക്തി ചിത്രങ്ങളിലെ നായകനായ പൃഥ്വിരാജ് തന്നെയാണ്. വിക്കിപീഡിയ നൽകിയ സിനിമയുടെ വിവരങ്ങളിൽ ലാലേട്ടന്റെ പേര് ആദ്യം വന്നിരുന്നെന്ന് ചിലർ പറയുന്നു. ഇതെങ്ങനെ സംഭവിച്ചോ എന്നെനിക്കറിയില്ല. എസ്രയിൽ മോഹൻലാൽ ഇല്ല, സംവിധായകൻ വിശദീകരിച്ചു. പ്രേതത്തെ കണ്ട് ഭയന്നു വീഴുന്ന ഹാസ്യതാരങ്ങളെ പ്രതീക്ഷിച്ചാലും എസ്രയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ലെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ജൂത നാടോടി കഥകളിൽ നിന്നെടുത്ത ഒരു മിത്തിൽ നിന്നാണ് കഥയുടെ ചുരുളഴിയുന്നത്. കഥയോടുള്ള താല്പര്യമാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളെ ചിത്രത്തിലേക്ക് അടുപ്പിച്ചത്. അമേരിക്കയിൽ താമസിക്കുന്ന ബാബു ആന്റണിയോട് ഫോണിലാണ് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞത്. കഥ ഇഷ്ടപ്പെട്ട ബാബു ആന്റണി ചിത്രത്തിലെ വേഷം ചെയ്യാനായി അമേരിക്കയിൽ നിന്ന് മുംബൈയിലെത്തുകയായിരുന്നു. 2 വർഷത്തോളം എടുത്താണ് എഴുത്തു ജോലികൾ പൂർത്തിയാക്കിയത്. ഗ്രാഫിക്സുകളിലും കലാസംവിധാനത്തിലും പുതുമകൾ സമ്മാനിക്കുന്ന ചിത്രമാകും എസ്ര എന്നാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വാദം. ജൂത പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത്. മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് സ്ഥലം മാറിയെത്തുന്ന ഷിപ്പിംഗ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജൻ മാത്യുവാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിടുന്നത്. നായകനും കുടുംബത്തിനും ഇവിടെ നേരിടേണ്ടി വരുന്ന ചില വിചിത്ര അനുഭവങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. ഇംഗ്ലീഷ് എന്ന സിനിമയിൽ ശ്രീദേവിക്കൊപ്പം അഭിനയിച്ച പ്രിയ ആനന്ദാണ് എസ്രയിലെ നായിക. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.